ജന ഗ്രാമവാസിയും എന്താ അവരുടെ ചിരികളൊക്കെ. ഇതാണ് ഗ്രാമം. എന്ത് രസമല്ലേ കാണാൻ. ഹലോ. അപ്പൊ നമ്മള് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ശേഷം മണാലിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ കാഴ്ചകളും തണുപ്പും. ഇപ്പൊ തന്നെ തണുത്തിട്ട് വയ്യ. ഞാനാണ് ചെറിയൊരു ഡെനിം ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്, എന്നിട്ടും തണുക്കുന്നുണ്ട്. അയ്യോ എന്ത് രസമാണെന്നറിയോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഇവിടുന്ന് കണ്ടെന്താന്ന് വെച്ചാൽ ഒരു നല്ല അടിപൊളി മഞ്ഞുമലയാണ് കേട്ടോ. എന്ത് രസമായിരുന്നറിയോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു ഒരു കാര്യമായിരുന്നു കേട്ടോ, ഒരു മഞ്ഞ മല കാണണം, ലൈക്ക് മഞ്ഞത്ത് പോകണം. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി മണാലിയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇവിടെ വന്നപ്പോഴും. ഇവിടെ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തൊരു ഫീലായിരുന്നു അറിയോ, എന്ത് രസമായിരുന്നു അറിയോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിലൊരു ഡ്രീം ലൈക്ക് ഫുൾഫിൽ ആകുന്ന ഒരവസ്ഥ. ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ കാരണം എൻ്റെ ലഗേജിന് കാവൽ നിൽക്കുന്ന നായ്ക്കുട്ടനെ കണ്ടോ, ഇവനുള്ളതുകൊണ്ട് ഞാൻ സേഫ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവനിങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട്. ബസ് ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ലഗേജ് അവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അവൻ കാവൽ നിൽക്കുന്നു. ആൻഡ് ഞാനിപ്പോൾ ഉള്ളതൊരു ബൈക്കൊക്കെ റെൻറ്റിനും എടുക്കുന്ന ഒരു ഷോപ്പിന് മുമ്പിലാണ്. ഇവിടെ 500 രൂപയാണ് സ്കൂട്ടറിന് റെൻറ്റ്. ഹിമാലയനൊക്കെ എടുക്കുവാണെങ്കിൽ 1000 രൂപ. ആൻഡ് അല്ലാത്തൊരു നോർമൽ ക്ലാസിക് ഒക്കെ ഒരു ഇങ്ങനത്തെ ബൈക്കൊക്കെ എടുക്കുവാണെങ്കിൽ 800 രൂപ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു ബൈക്ക് റെൻ്റ് എടുക്കുവാണെങ്കിൽ ഒരു 1500 രൂപയ്ക്ക് 3 ദിവസം കൊണ്ട് മണാലി ഫുള്ള് കറങ്ങാം. വേറെ ഒരു പാക്കേജിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വന്തം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഞാനാണ് എൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്യുകയാണ്. അവരപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അവരിവിടെ നേരത്തെ വന്നതാണ്, സോ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലൈക്ക് ഇതാണ്ടോ മഞ്ഞ് മലകൾ കണ്ടോ, എന്ത് രസമല്ലേ മഞ്ഞ് മലകളൊക്കെ കാണുവാനും. അപ്പോൾ എനിക്കിത് ഇനി നേരിട്ട് മഞ്ഞത്തിറങ്ങി മഞ്ഞിൽ കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് ഇനി അങ്ങോട്ടുള്ള പോക്കാണ്. ഹലോ ഗായ്സ്, അപ്പം ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന എൻ്റെ ഹോസ്റ്റൽ. അപ്പം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ പറയുക, ചുറ്റും കുറേ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെളുത്ത കളറിൽ ഇങ്ങനെ നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന സാധനം കണ്ടോ, അതാണ് ആപ്പിൾ മരങ്ങൾ. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ നല്ല ആംബിയൻസ് കേട്ടോ, മ്യൂസിക്കൊക്കെ വെച്ച്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞുമലയൊക്കെ എത്ര ഭംഗിയല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ മഞ്ഞുമലകളുടെ ദൃശ്യമൊക്കെ കണ്ടുകൊണ്ട് രാവിലെ ഇവിടെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ ഒരു വ്യൂവിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ആ ഒരു ഫീലിലോട്ട് കറക്റ്റ് എത്തിയിട്ടോ. കണ്ടോ, നല്ല വെളുത്ത കളറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കും ഇങ്ങനെ ആപ്പിൾ മരങ്ങൾ. അപ്പോൾ സീസൺ ആയില്ല. അപ്പോൾ സീസണും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും അല്ലേ ആംബിയൻസ്, നല്ല അടിപൊളിയായിരിക്കും. ഇതിൽ ആപ്പിളൊക്കെ പറിച്ച് ഇവിടെ സ്റ്റേ ചെയ്യുക. ഇവിടെ കുറച്ച് കാലം എങ്ങനെയാണ് ഇപ്പം ഞാനൊരു 3 ദിവസത്തെ ട്രിപ്പിലാണ് ഇവിടെ വന്നത്. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഒരു 2 വീക്സ് ഓർ 3 വീക്സ് ഇവിടെ നിൽക്കണം എന്നുണ്ട്. കാരണം ഒരിക്കലും നമുക്കതൊരു നഷ്ടമാകും. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ ഒരു ആപ്പിൾ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ആപ്പിൾ മരമൊക്കെ നേരിട്ട് കാണുന്നതും. ആൻഡ് അതെങ്ങനെ സംഭവം എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ പൂവും കായ്കളും, കായ ആയിട്ടില്ല, കായാൻ സമയമാകുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ ആപ്പിൾ മരങ്ങളുടെ കീഴിലിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കയ്യിലാണ് ബ്രെഡും പീനട്ട് ബട്ടറും അമൂലിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കണം എന്നുണ്ട്. അതൊന്നു പക്ഷെ ചിലപ്പോൾ കഴിക്കും കേട്ടോ, മൂഡ് പോലെ ഇരിക്കും. എനിക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയൊക്കെ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തൊരു ഫീലാണ്. ഓ മൈ ഗോഡ്. ഈ ആപ്പിൾ മരങ്ങളുടെ ചുവട്ടിൽ നിന്നിങ്ങനെ ചെറിയൊരു ഫുഡുള്ളൂ കേട്ടോ, ബ്രെഡും ഇതും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഈ ഒരു സറൗണ്ടിങ്സ് നമുക്ക് തരുന്നൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. അത് അടിപൊളിയാണ്. എൻ്റെ അമ്മ ശരിക്കും അടിപൊളിയാണ്. വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സറൗണ്ടിങ്സിൻ്റെ ഒക്കെ ആയിരിക്കാം. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എന്തൊരു കാംനെസ് ആണ്.
അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മണാലിയിൽ നിന്ന് സോയൽ എന്ന് പറഞ്ഞൊരു അടിപൊളി വില്ലേജ് കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇടുക്കി. എന്ത് രസമല്ലേ, മഞ്ഞുമലകളും ഈ മരങ്ങളും കടകളും ലൈക്ക് ആ നദിയും എല്ലാം കൂടെ കൂടിയ ഒരു അടിപൊളി വ്യൂ. ഇതെല്ലാം കൂടെ ഒരു ബ്ലിങ്ക് ആയിട്ടിരിക്കും, ലൈക്ക് ഒരു സിങ്കിങ് നമുക്കിവിടെ കാണാൻ പറ്റും. നദിയുണ്ട്, ലൈക്ക് മരങ്ങളുണ്ട്, ആൻഡ് ആ ഉയർന്നിരിക്കുന്ന മല നോക്കി വെള്ള കളറിൽ എന്ത് രസമല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കിവിടെ ഒന്ന് ഇറങ്ങണമെന്നും ലൈക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നൊക്കെ തോന്നി. പഴയൊരു പാലം, ഫുൾ ഫ്ലാഗ്സ് ഒക്കെ ആയിട്ട് എനിക്ക് എന്തോ ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ കൊള്ളാൻ തോന്നി. സോ ഇതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഈ ഒരു വൈബൊക്കെ കണ്ടിട്ടൊന്ന് യാത്ര ചെയ്യുന്ന കേട്ടോ. പക്ഷേ നല്ല രസം, എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ സോയൽ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലെത്തിയിട്ടുണ്ട്. കുറേ കയറ്റമൊക്കെ കയറിയാണ് ഇവിടെ എത്തുന്നത്. സോ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്, വീടുകളും മലകളും ഒക്കെ. ഒത്തിരി രസമെന്ന് തോന്നി എനിക്ക്. എന്ത് രസമാണ് ഇത് കാണാൻ. ആൻഡ് ഇടയ്ക്ക് മഞ്ഞുമലകൾ കാണാം, ആൻഡ് നോർമലായിട്ടുള്ളത് കാണാം, ആൻഡ് എന്ത് രസമല്ലേ. ആൻഡ് ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം ഈ വില്ലേജിലൊന്ന് സ്പെൻഡ് ചെയ്യണമെന്നും ഇവിടെ ആൾക്കാരോട് സംസാരിക്കാനും ലൈക്ക് ആരുടെയും ഒരു പടം വരയ്ക്കണം എന്നൊക്കെ ഉണ്ട്, നോക്കാം. പക്ഷേ ഈ കാഴ്ച എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചകൾ. ഹലോ, അപ്പോൾ നമ്മളിന്ന് ഹിമാചൽ പ്രദേശിലെ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കാസിൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ നഗറിലെ ഈ കാസിൽ കണ്ടിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. സോ നമുക്കും ഇവിടെ നോക്കാം എന്താണ് ലൈക്ക് എത്ര പ്രത്യേകത, എന്താണ് അതിൻ്റെ ആർട്ട് വർക്ക്സ് എല്ലാം ഉണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്. സോ അത് രണ്ടും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മണാലി കുളുവൊക്കെ യാത്ര ചെയ്യുന്നവർ ഇവിടെ വരുന്നൊരു സ്ഥിരം സ്പോട്ടാണ് നഗർ കാസിൽ. ഇവിടെ ആളുകൾ എങ്ങനത്തെ രീതിയിലൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നതാണ്. ഈ ഒറ്റ ആടിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് ഏകദേശം 50 രൂപയാണ് പുള്ളിക്കാർ ഒരു ഒറ്റ ഫോട്ടോയ്ക്ക് ചാർജ് ചെയ്യുന്നത്. സോ ഓരോ ആൾക്കാർ ഓരോ പ്രത്യേക തരത്തിലുള്ള ഉപജീവന മാർഗത്തിലൂടെ അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. സോ ഇതാണ് നഗർ കാസിലേക്കുള്ള എൻട്രി. ഏകദേശം 50 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ വരാം. ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി രൂപങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, ആൻഡ് ആർട്ട് വർക്ക്സ്. എത്ര മനോഹരമായിട്ടുള്ളൊരു എസ്തെറ്റിക് വ്യൂ അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വർക്കാണ്. എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇവർ പണിയെടുത്ത സാധനം എപ്പോഴും ഒരു പ്രശ്നവും കൂടാണ്ടിരിക്കുന്നു. സോ അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ കല്ലും തടിക്കഷ്ണവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കാണുന്നത്. ഇതിനകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. സോ അവിടെ ആൾക്കാരിങ്ങനെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ പേര് ഒക്കെ ഇങ്ങനെ ഓരോ ആംഗിളിൽ നിന്നും ഓരോ വശങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമായ ആ ആർട്ട് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. വാതിലിലാണെങ്കിലും ചുമരുകളിലാണെങ്കിലും എത്ര രസമല്ലേ, എന്ത് രസമല്ലേ കണ്ടിരിക്കാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ഒരു 1/4 മണിക്കൂറോളം ചിലവാക്കണം എന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വ്യൂ അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതാണ് ലൈക്ക് ആ ഒരു ക്ഷേത്രം, അതിനകത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. സോ ഇവിടെ ആൾക്കാർ അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ട്. ആൻഡ് ഇവിടുത്തെ വർക്കുകളും ഇവിടുത്തെ ഓരോരോ ആർട്ട് വർക്കുകളൊക്കെ ഒത്തിരി അടിപൊളിയാണ്. അതിൻ്റെ ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. സോ ഇവിടെ വരുമ്പം എന്തായാലും കുളു മണാലി സൈഡിലൊക്കെ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നഗറിലുള്ള ഈ കാസിൽ. ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ആ കാസിലിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാം. ഐ തിങ്ക് ഇവിടെ നോക്കുമ്പം എന്ത് രസമല്ലേ, എത്രയോ വീടുകളാണ്, മലകൾ, ആൻഡ് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഇത്ര ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അത് കിട്ടുന്നൊരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ലൈക്ക് വ്യൂവിനും. ഓവറോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, കാഴ്ചകൾ കാണാൻ. ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ, ആ ഒരു ജെൻറ്റൽ ബ്രീസൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്
അവിടെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിന്ന് പോകാൻ തോന്നിപ്പോവും. അങ്ങ് ദൂരെ നമുക്കൊരു നദി കാണാൻ സാധിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ഐസൊക്കെ മെൽറ്റായി അതിലൊക്കെ നല്ല വെള്ളമൊക്കെ ഫ്ലോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ആ ക്യാസിലിൻ്റെ പിൻഭാഗം. ആൻഡ് എല്ലായിടത്തും അതിൻ്റേതായ ആർക്കിടെക്ചർ നമുക്ക് ആർക്കിടെക്ട് വർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല എല്ലാത്തിനും ഒരു ബ്രൗണിഷ് ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ലൈക്ക് എല്ലാ കാര്യങ്ങളാണേലും ഡാർക്ക് ബ്രൗൺ, ലൈറ്റ്, എവ്രിതിങ് ഈസ് ദെയർ. നഗറിലെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള വർക്കുകളിലൂടെ നമുക്ക് ഇവിടെ എന്ത് രസമല്ലേ ഇതൊക്കെ ആസ്വദിക്കാൻ. ആൻഡ് ഇവിടെ വന്ന് ഇന്ന് രാവിലെയാണ് മണാലിയിൽ എത്തിയത്. നേരെ ഒരു സ്കൂട്ടറൊക്കെ റെൻ്റ് എടുത്ത് ഡോമിറ്ററി സെറ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോരുക കേട്ടോ. നഗറിൽ ഇനി ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ പോകണം. അങ്ങനെ യാത്രകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു ജെൻറ്റിൽ ബ്രീസും ആൻഡ് എന്ത് രസമല്ലേ ഈ നേച്ചർ ആസ്വദിക്കാനും ഈ വർക്കുകൾ ആസ്വദിക്കാനും. ഈ പഴയകാല വർക്കുകളുടെ പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ പെർഫെക്ഷനും നമുക്ക് എടുത്ത് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അത്ര പെർഫെക്റ്റോടു കൂടിയാണ് ഓരോ വർക്കുകളും ചെയ്യുന്നതും. അതൊക്കെ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ മണ്ടയ്ക്കൊരു റെസ്റ്റോറൻ്റാണ് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അവിടെ മണാലിയിലുള്ള സ്പെഷ്യൽ ഫുഡ്സും നഗറിലെ അവരുടെ തനതായ ഭക്ഷണങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആൾക്കാരൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ മുഴുകി നിൽക്കുന്നു. എല്ലാവരും എൻഗേജ്ഡ് ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ റീൽസ് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്. സോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സോ എല്ലാം നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പയ്യെ ഇവിടുന്ന് വാട്ടർഫാൾസിലോട്ടുള്ള യാത്രയിലാണ്. Forgot your name. Forgot your name. Rahma or Roma? Rahma. No. അപ്പോൾ ഇങ്ങനെ ഹിമാചൽ പ്രദേശിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് റഹ്മ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നത്. എം സിംഗ്. സോ അവളാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്, നല്ലോണം വരയ്ക്കും. കൂടുതലും കോണ്ടംപററി ആയിട്ടുള്ള ആർട്ടാണ് അവളുടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ ഏതായാലും ഡ്രോയിങ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ വരയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ വരയ്ക്കാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ വരയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. What you studied in college? Art? You studied art in college? Where? Maybe. ഇവിടെ അടുത്താണ്. ലൈക്ക് ഒരു 13 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ഗ്യാസിലിൻ്റെ അടുത്ത് നിന്ന്. സോ ഒരു വണ്ടിയൊക്കെ 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടോ ഈ വാട്ടർഫോൾസ് വന്ന് വിസിറ്റ് ചെയ്യാനും. ഈ ഒരു സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ബ്യൂട്ടിയോ എന്ത് രസമല്ലേ. പുല്ലൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ആൾക്കാർ കപ്പിൾസും എല്ലാവരും ഇവിടെ വന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ വഴി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, നല്ല കുളിർക്കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഒരു വല്ലാത്തൊരു ഫീലാണ്. രാവിലെയൊക്കെ ഇതിലെ പോയ ഉറപ്പായിട്ട് തണുത്ത് ഒരു പരുവ ഉറപ്പാണ്. പക്ഷെ ഞാനിപ്പം ഏകദേശം വൈകുന്നേരം ഒരു 3 മണിയായി കാണും ഞാൻ യാത്ര തുടങ്ങിയപ്പം ഇങ്ങോട്ടുള്ള ജന വാട്ടർഫാൾസിലോട്ടുള്ള. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ജാന ഗ്രാമത്തിലാണ്. അവിടുത്തെ ആൾക്കാരാണ്, പ്രദേശവാസികളാണ്. ഹലോ സ്മൈൽ. അവിടുത്തെ ആൾക്കാരാണിത്. ആൻഡ് ജന ഗ്രാമവാസിയും എന്താ അവരുടെ ചിരികളൊക്കെ. ഇതാണ് ഗ്രാമം. എന്ത് രസമല്ലേ കാണാൻ. ഡാൻസ് എന്തിനാ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ
Beautiful dance. Can I? Come with me, bro. Yeah. What's your name? My name is Ashish. ആശിഷ്. Yes. അപ്പോൾ ഗൈസ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഗ്രാമത്തിലെ ഒരാളെ കണ്ടു കേട്ടോ. ആശിഷ് എന്നാണ് പേര്. അവൻ എന്നെ ഗ്രാമമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാന വില്ലേജിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ ജാന വില്ലേജിനിടയ്ക്കാണ് നമ്മൾ ആ വഴിയിൽ കൂടെ ഗ്രാമവാസികളെ കണ്ടുകൊണ്ട് അവരുടെ പ്രത്യേകതരം ഡ്രസ്സ് ഉടുപ്പുകളൊക്കെ ഇട്ടാണ് അവർ ഓരോ കാര്യങ്ങളിൽ മുഴുകുന്നത്. സോ ഈ ബ്രോ ആണ് ആശിഷ്. ആൻഡ് ഇവരുടെ ഈസ് ദാറ്റ് യുവർ സ്കൂൾ? Yeah, bro. ആൻഡ് യു സ്റ്റഡീഡ് ഹിയർ? Yes, I study here from 10th standard. Okay. First to 10th. Oh, that's cool. Agriculture, something like the agriculture work, something like this. What's this? This is in local language we call this jaw, Joa. and this is for cow. And every home have one and two cows and sheep. ഓക്കെ. അപ്പോൾ ഇവരെ ഈ വില്ലേജിൽ മിക്ക എല്ലാ വീട്ടിലും തന്നെ ഒന്നോ രണ്ടോ ഷീപ്പോ അല്ലെങ്കിൽ കൗസ് ഒക്കെ ഉണ്ട്. ഇവർ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു പുല്ലാണ്, ചെടിയാണ്. ഇതിൻ്റെ പേരെന്താ? വാട്ട്സ് നെയിം? Jaw. ജോ. Yeah, bro. ജോ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. ജാന ജോ. ഓ മൈ ഗോഡ്. Yeah. ജാന ഗ്രാമപഞ്ചായത്താണ് ഈ കാണുന്ന ബിൽഡിങ്. Is it new? Yes, bro. It's newly constructed. Yeah, bro. ഇവിടുത്തെ വ്യൂ എന്ത് രസമല്ലേ, താഴോട്ടൊക്കെ നോക്കുമ്പോൾ ആണല്ലോ. Come on the front, bro. You can sit there. Oh, Yeah. oh, that's cool, man. And what's they planting there? They are planting their, cauliflower. Okay, a cauliflower. Okay. Yeah, bro. ഇവിടുത്തെ ഒരു And this is making a new building of government primary school Jana. വില്ലേജിൻ്റെ എൻഡ് ആകാറായി കേട്ടോ. പഴയ രീതിയിലുള്ള വീടുകളൊക്കെ കുറേ ഇവിടെ കാണാൻ പറ്റും ജാന വില്ലേജിൽ. And Ashish, is that really old houses? Yeah, bro. This is also known as Katkuni Shali. This type of house. Oh, what's the name? This is known as Kathi Kuni Shali. ഘാട്ടി ഗുണിശാലി. Yeah, bro. ഓക്കെ. അപ്പോൾ ആ വീടുകൾക്കൊക്കെ ഇവർ വിളിക്കുന്ന ലൈക്ക് കാട്ടി കുണിശാലി. ഹട്ട് ഹൗസ് അല്ലേ? ലൈക്ക് ഹട്ട് ഹൗസ്. Yeah, ഹട്ട് bro. ഹൗസ്. Kat Kuni Shali. ഹാട്ട് കുണിശാലി. That's cool. That's cool. So you are respecting your school. That's cool. അവരുടെ കൃഷിയിടത്തിൽ കൂടെയുള്ള യാത്രകളാണ്. ആശിഷുണ്ട്, അവരാണ് എല്ലാം പറഞ്ഞൊക്കെ തരുന്നത്. പ്ലസ് ടു പഠിക്കും കേട്ടോ. യു ആർ സ്റ്റഡിങ് പ്ലസ് ടു? Yeah, bro. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ്. ബട്ട് ഈ വില്ലേജിൻ്റെ വ്യൂ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരണം തോന്നി. അങ്ങനെയാണ് ഇവിടെ വന്ന് വ്ളോഗ് എടുക്കാന്ന് വെച്ചാൽ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല നല്ല കൂട്ടാണ് കേട്ടോ, നല്ല കമ്പനിയാണ്. പക്ഷേ എനിക്ക് ഭാഷ അറിയത്തില്ല. ആൻഡ് വിച്ച് ലാംഗ്വേജ് യു ആർ സ്പീക്കിംഗ്? ദ ലോക്കൽ ലാംഗ്വേജ് ഹിയർ? Yeah, but you can't understand this language. What's because that? What's the name of this language? This is also known as only local language. Our local language. Is that Hindi? This is different from Hindi. Okay. I didn't even understand a single word. So ഞാനും ആശിഷും യാന ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാണ് സീരിയസ്ലി. കറക്റ്റ് സമയത്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ വരും കേട്ടോ. Yeah, bro. അപ്പോൾ ഇവിടുത്തെ ഒരു ലെഷർ ടൈംസിനൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വില്ലേജിൽ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവരുടെ കൺസ്ട്രക്ഷൻ നോക്കിയ വില്ലേജിൻ്റെ. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുകയാണ്. ലൈക്ക് ക്രിക്കറ്റാണ് ഇപ്പോൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റാണ്. സോ യു ഓൾസോ പ്ലേ ക്രിക്കറ്റ്? Yeah, bro. And this is the old temple of our village, Devtaji Narayan. Ajina? Yeah, bro. This one? Yeah, bro. Come on the front of village. Yeah. ആണോ വില്ലേജിലെ അവരുടെ ഒരു ടെമ്പിളാണ്. വാട്ട്സ് ദ നെയിം? Devtaji Narayan temple. ഓക്കെ. സോ Kerala. എല്ലാം IPL ഒക്കെ തുടങ്ങിയെന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ക്രിക്കറ്റിൻ്റെ ആരവമാണ്. ഞാൻ ജാന വില്ലേജിലും എല്ലാവരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദ ക്രിക്കറ്റ്. No. Yeah. For main temple of village, Devtaji Narayan. Okay.
nice temple. Okay. Okay, you have to see there. Okay. And this is way for my house, and I have to go, go Okay. out. അപ്പോൾ ഈ വില്ലേജിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ കൊള്ളാട്ടോ. എല്ലാ പരിപാടികളും ഇതിന് അകത്ത് തന്നെ ഉണ്ട്. സ്കൂളാണേലും പ്ലേ ഗ്രൗണ്ട് ആണേലും എല്ലാം ഇവർ കറക്റ്റ് ഇവർക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സോ എത്ര കാലം തൊട്ടേ തുടങ്ങിയ ഒരു പ്ലാനിങ് ആയിരിക്കും അല്ലേ ഈ വില്ലേജ് പ്ലാനിങ് ഒക്കെ. നല്ല രസമുണ്ട്. ആൻഡ് പിള്ളേരൊക്കെ ഇങ്ങനെ വരിയായി വരുന്നുണ്ട്. അടിപൊളിയാണ് ഈ സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ് തോന്നി. ഓ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന വല്ലാത്തൊരു ഫീല് തന്നെ കേട്ടോ. ഇത്രയും മരങ്ങൾക്കിടയിലിരുന്ന് ഈ പ്രകൃതിയോട് ചേർന്ന് ഫുഡ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത് തന്നെ. ആൻഡ് എന്തോ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ വല്ലാത്തൊരു ടേസ്റ്റ് വന്നു. അധികമൊന്നുമില്ല, അപ്പാടെ കഴിക്കുന്ന എന്തുവാണ് ബ്രെഡും പീനട്ട് ബട്ടറും. ആൻഡ് പക്ഷേ ആ കഴിക്കുന്ന സാധനം എന്ത് തന്നെയാണേലും ഇവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക ഫീല്, ടേസ്റ്റ്. മണാലിയിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് ജാന വാട്ടർഫോൾ. സോ ഇന്നേതായാലും ഇനി റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. നാളെ ഫുള്ള് ഐസിലായിരിക്കും, എക്സ്പ്ലോർ ചെയ്യണം. സോ എനർജി വേണം, സോ റെസ്റ്റ് എടുക്കണം. അപ്പം അങ്ങനെ